Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ് ടൊമാറ്റോ പീനട്ട് ചട്നി. ഈ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. എൻ്റെ ചാനലിൽ വളരെ ട്രഡീഷണൽ സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള ക്രിസ്മസ് റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക് റെസിപ്പി കുറച്ച് നാൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് ട്രൈ ചെയ്തിട്ട് വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഡാർക്ക് ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ ആരെങ്കിലും തപ്പുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലത്തെ പ്ലം കേക്ക് റെസിപ്പിയും കൂടെ കാണാൻ മറക്കരുത്. അത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ആരും തന്നെ ഡിസപ്പോയിൻറ്റഡ് ആവാൻ പോകുന്നില്ല. അത്രയും നല്ലൊരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടു നോക്കാം. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് വെളിച്ചെണ്ണ അല്ലാട്ട് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ 3 മീഡിയം സൈസ് ടൊമാറ്റോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലോട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല സോഫ്റ്റായി വരണ വരെ വഴറ്റിയെടുക്കണം. നല്ല പച്ചമണം എല്ലാം മാറിക്കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. ഈ പാനിലോട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാം. 3-4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, കാരണം ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോണ സാധനമല്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ പീനട്ട്സ് ആണ് ചേർത്തിട്ടുള്ളത്, അതായത് പച്ച കപ്പലണ്ടി. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത പീനട്ട്സ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ തൊലി ഇല്ലാത്ത കപ്പലണ്ടിയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത്. ഇപ്പോൾ അതായത് അത്യാവശ്യം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇതിനെ ഒന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോയുടെ മിക്സും പീനട്ടും ഉണക്കമുളകിൻ്റെ മിക്സും നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതുപോലത്തെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് നിർബന്ധമായിട്ടും ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് ബാലൻസായി കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ അരച്ചതിന് ശേഷം എങ്ങാനും ഈ ഉണക്കമുളക് ചേർത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും അതിനൊരു കുഴപ്പവും വരില്ല. ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. എരിവ് കുറഞ്ഞും കിട്ടും. നമുക്കിനി ഇതിലോട്ടുള്ള കടുക് പൊട്ടിക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങണം. ഈ ചട്നിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലോട്ട് ഒരു നുള്ള് എസഫിറ്റീഡ പൗഡർ, അതായത് കായത്തിൻ്റെ പൊടി, ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ചത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചട്നിയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു വറ്റൽമുളക്, അതായത് ഉണക്കമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ.